ബംഗ്ലാദേശിലേക്ക് ഒന്ന് പോകണം. അവിടെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന അധികാരത്തിൽ തുടരും. ഏതാണ്ട് 300 സീറ്റുകൾ, 200-ലധികം സീറ്റുകൾ അവർ കരസ്ഥമാക്കി എന്നുള്ളതാണ്. നമുക്കൊപ്പം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഷേഖ് ഹസീന വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു ആശ്വാസമുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിന്റെ പിന്നാമ്പുറം? SKN ഈ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന വീണ്ടും 5ാം തവണയും അധികാരത്തിലെത്തും എന്ന് ഏതാണ്ട് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടി BNP അവർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബഹിഷ്കരണ ആഹ്വാനം മുഴക്കിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് വിജയം ഉറപ്പായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ പ്രതിപക്ഷ പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത് തങ്ങളെ ഭീകരവാദ സംഘടന എന്ന വിധത്തിൽ മുദ്രകുത്താൻ ശ്രമിച്ചു ഷെയ്ഖ് ഹസീന എന്നുള്ളതാണ്. ഈ ആക്ഷേപത്തെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനത്തിന് മുന്നിൽ വെച്ചത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ആഹ്വാനം തള്ളിക്കളയുന്ന വിധത്തിലുള്ള ഒരു വോട്ടെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് 270ഓളം സീറ്റുകളിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ്. ഗോപാൽഗഞ്ച് 3-ൽ നിന്നാണ് ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അവിടെ അവർക്ക് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 1000 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു. ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് ബംഗ്ലാദേശിൽ ഇത്രയധികം ജനപ്രീതി ഉണ്ടാകാനായിട്ടുള്ള കാരണം അവരുടെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ്. ഈ നമ്മുടെ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ബംഗ്ലാദേശിനെ പോലെയുള്ള ഒരു രാജ്യം അടുത്ത നാളുകളിൽ സാമ്പത്തികമായി ഉണ്ടാക്കിയ അഭിവൃദ്ധി, ഒരുപക്ഷെ നമ്മളും വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ ബംഗ്ലാദേശ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ പല മേഖലകളിലും വലിയ വർധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല ഇൻഡെക്സുകളിലും ഇന്ത്യയെക്കാൾ മുന്നിലെത്തുന്ന രീതിയിലേക്ക് പോലും ബംഗ്ലാദേശിന്റെ പെർഫോമൻസ് എത്തുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ പോയത്. പല മേഖലകളിലും ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളുമായി ബന്ധപ്പെടുന്ന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഷെയ്ഖ് ഹസീനയും അനുബന്ധമായി അവരുടെ സർക്കാർ സ്വീകരിച്ച നടപടികളൊക്കെ അവർക്ക് വലിയ ജനപ്രീതി ഉണ്ടാക്കി. മറ്റ് വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എന്നുള്ളതും ഒരു സാഹചര്യമാണ്. ഇത് മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു. അങ്ങനെ വീണ്ടും 5ാമത്തെ ഒരു തവണ കൂടി ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ ജനങ്ങൾ നൽകുന്ന വിധത്തിലാണ് ജനവിധി എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.